Atondin mana amrinatonale dite atuhu meshika bre dalaha haya. പോപ്സ് ഡൗൺ ദി ഏജസ്. മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ. യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരിലൂടെ നീളുന്ന വിശുദ്ധ സഭയുടെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം. AD 312 കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ ഒരു വർഷമായിരുന്നു. റോമിൻ്റെ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ഒരു ക്രിസ്ത്യാനിയായി മാറി. അതുവരെ പീഡിപ്പിക്കപ്പെട്ടിരുന്ന സഭ സ്വതന്ത്രയായി. പീഡനങ്ങളുടെ ഒരു നീണ്ട നിര സഭയിൽ പിന്നീടും തുടർന്നുകൊണ്ടേയിരുന്നു. സഭയ്ക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പീഡനങ്ങൾ. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയുടെ പടനായകന്മാരെ ഓർത്തെടുക്കുവാനുള്ള ഒരു എളിയ സംരംഭമാണ് മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ. പോപ്സ് ഡൗൺ ദി ഏജസ്. ഏവർക്കും സ്വാഗതം. സ്ലീഹന്മാരുടെ കാലഘട്ടത്തിന് തൊട്ടു പിന്നാലെ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ ക്ലെമന്റ്. സ്ലീഹന്മാരുടെ വാക്കുകളും ഓർമ്മകളും നേരിട്ട് കേട്ടു വളർന്ന ഒരാളായിരുന്നു അദ്ദേഹം. വിശുദ്ധ ക്ലെമന്റ് സാമ്രാജ്യത്വ വിദ്യാഭ്യാസമാണ് നേടിയതെങ്കിലും അക്കാലത്ത് നഗരത്തിൽ പ്രചരിച്ചിരുന്ന ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആകൃഷ്ടനായി. റോമൻ മണ്ണിൽ പത്രോസ്ലീഹയുടെയും പൗലോസ് അപ്പസ്തോലന്റെയും ധീരമായ പ്രസംഗങ്ങളെയും അവരുടെ രക്തസാക്ഷിത്വത്തെയും കുറിച്ചുള്ള കഥകൾ കേട്ടാണ് അദ്ദേഹം വളർന്നത്. ഈ അനുഭവ കഥകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തി. 1-ാം നൂറ്റാണ്ടിലെ റോം നഗരം ലോകത്തിൻ്റെ അധികാര കേന്ദ്രമായിരുന്നു. എന്നാൽ ആഡംബരങ്ങൾക്കും വലിയ കെട്ടിടങ്ങൾക്കുമിടയിൽ ഭയത്തോടും നിശബ്ദതയോടും കൂടി ജീവിച്ചിരുന്ന ഒരു ചെറിയ ക്രൈസ്തവ സമൂഹം അവിടെ ഉണ്ടായിരുന്നു. ക്ലെമന്റ് റോമിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. തൻ്റെ നഗരത്തിൽ രഹസ്യമായി പ്രചരിച്ചിരുന്ന പുതിയ വിശ്വാസത്തിലേക്ക് അദ്ദേഹം ആകൃഷ്ടനായി. പത്രോസ്ലീഹ നേരിട്ടാണ് ക്ലെമന്റിനെ വൈദികനായി വാഴിച്ചതെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹം പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നേരിട്ടുള്ള ശിക്ഷണത്തിൽ വളർന്ന വ്യക്തിയായിരുന്നു. ലീനൂസ്, ക്ലീറ്റസ് എന്നീ മാർപ്പാപ്പമാർക്ക് ശേഷം റോമിലെ 4ാമത്തെ പിൻഗാമിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശാന്തവും വിനയപൂർണവുമായ സ്വഭാവമാണ് സഭയുടെ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. സഭ വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്ന ഒരു കാലത്തിലായിരുന്നു ക്ലെമന്റ് നേതൃത്വം നൽകിയത്. വിശ്വാസികൾ വീടുകളിലും ഒളിസങ്കേതങ്ങളിലും ഒത്തുകൂടി പ്രാർത്ഥിച്ചിരുന്ന ആ കാലത്ത് വലിയ വിനയത്തോടും കരുതലോടെയുമാണ് അദ്ദേഹം അവരെ നയിച്ചത്. ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെയാണ് അദ്ദേഹം വിശ്വാസികളെ കണ്ടിരുന്നത്. കോറിന്തിലെ സഭയിലുണ്ടായ തർക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രധാന സംഭവം. അവിടെ യുവാക്കൾ മുതിർന്നവർക്കെതിരെ തിരിയുകയും വിഭജനമുണ്ടാവുകയും ചെയ്തു. ഈ വാർത്ത അറിഞ്ഞ ക്ലെമന്റ് അവർക്കൊരു സുദീർഘമായ കത്തെഴുതി. വിനയത്തെക്കുറിച്ചും സ്ലീഹന്മാരാൽ സ്ഥാപിതമായ സഭാക്രമത്തെക്കുറിച്ചും അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. ഡൊമീഷ്യൻ്റെയും ട്രാജൻ്റെയും കാലത്തെ ക്രൈസ്തവർക്ക് മേലുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു. ചക്രവർത്തിയെ ദൈവമായി ആരാധിക്കാത്തവർ രാജ്യദ്രോഹികളായി മുദ്ര കുത്തപ്പെട്ടു. എങ്കിലും ക്ലെമന്റ് സഭയെ ഒത്തൊരുമയോടെ നയിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വാധീനം കണ്ട ഭരണാധികാരികൾ അദ്ദേഹത്തെ റോമിൽ നിന്നും നിഷ്കാസനം ചെയ്യുവാൻ തീരുമാനിച്ചു. ട്രാജൻ ചക്രവർത്തി ക്ലെമന്റിനെ ഇന്നത്തെ ക്രീമിയയിലേക്ക് നാടുകടത്തി.
അവിടെ ഖനികളിൽ ജോലി ചെയ്തിരുന്ന തടവുകാർക്കിടയിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. അവിടെയുള്ളവർക്ക് അദ്ദേഹം ഒരു ആശ്വാസമായി മാറി. അനേകം പേർ ക്രിസ്തുവിനെ സ്വീകരിച്ചു. ക്ലെമന്റിന്റെ പ്രവർത്തനങ്ങളിൽ പ്രകോപിതരായ അധികാരികൾ അദ്ദേഹത്തെ വധിക്കുവാൻ ഉത്തരവിട്ടു. ഒരു ഇരുമ്പ് നങ്കൂരം അദ്ദേഹത്തിന്റെ കഴുത്തിൽ കെട്ടി കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തി. ഓരോ വർഷവും കടൽ വെള്ളം പിൻവാങ്ങുകയും അവിടെ ഒരു സ്മാരകത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരം കാണപ്പെടുകയും ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒൻപതാം നൂറ്റാണ്ടിൽ വിശുദ്ധ സിറിൽ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ കണ്ടെടുത്തു. ഇവ റോമിലെ സെന്റ് ക്ലെമന്റ് ബെസിലിക്കയിൽ സ്ഥാപിച്ചു. നവംബർ 23-നാണ് കത്തോലിക്ക സഭ വിശുദ്ധ ക്ലെമന്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. റോമിലെ കൊളോസിയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന സെയിൻറ്റ് ക്ലെമന്റ് ബെസിലിക്ക ചരിത്രത്തിൻ്റെ ഒരു അത്ഭുതമാണ്. ഇത് കേവലം ഒരു പള്ളിയല്ല, മറിച്ച് റോമിൻ്റെ 2000 വർഷത്തെ ചരിത്രം ലെയറുകളായി സൂക്ഷിച്ചിരിക്കുന്ന ഒരിടമാണ്. സഭയുടെ ചരിത്രം വിളിച്ചോതുന്ന പുരാതനമായ ലിപികളും ചിഹ്നങ്ങളും ഇവിടെ കാണാം. ഇപ്പോൾ കാണുന്ന ഈ ബെസിലിക്ക നിർമ്മിച്ചിരിക്കുന്നത് അതിന് താഴെയുള്ള ഒരു പുരാതന പള്ളിയുടെ മുകളിലാണ്. വിശുദ്ധമായ ഈ ബലിപീഠങ്ങളും നിർമ്മാണ വൈദഗ്ധ്യവും അത്ഭുതകരമാണ്. 4-ാം നൂറ്റാണ്ടിലെ ആ പള്ളി നിലനിന്നിരുന്നത് റോമൻ കാലഘട്ടത്തിലെ കെട്ടിടങ്ങൾക്ക് മുകളിലായിരുന്നു. ഏറ്റവും താഴെ ക്രിസ്തുവിന് ശേഷമുള്ള 1-ാം നൂറ്റാണ്ടിലെ വീടുകളും മിത്രാസ് ദൈവത്തിൻ്റെ ആരാധനാലയവും ഇന്നും കാണാം. ഇടുങ്ങിയ ആ വഴികൾ നമ്മെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പുരാതന റോമൻ നഗരത്തിലേക്ക് നയിക്കുന്നു. സെൻറ്റ് ക്ലെമന്റ് ബെസിലിക്കയിലൂടെ ഉള്ള ഈ യാത്ര നമ്മെ പുരാതന റോമിൻ്റെ ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു.